അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യ തിരികെ സ്വീകരിക്കുമെന്ന് നരേന്ദ്രമോദി. അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കാൻ ട്രംപിന് മോദിയുടെ പിന്തുണ. മേക്ക് ഇൻ ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ നടപ്പിലാക്കാൻ യുഎസുമായി സഹകരണമെന്ന് മോദി. പ്രിയപ്പെട്ട സുഹൃത്തെന്ന് സംബോധന ചെയ്ത് ട്രംപ്. കസ്റ്റംസിൽ നിന്നോ ജഡ്ജിയിൽ നിന്നോ ആണെന്ന് അവകാശപ്പെടുന്ന അജ്ഞാത നമ്പറുകളിൽ നിന്ന് നിങ്ങൾക്ക് വീഡിയോ കോളുകൾ ലഭിക്കുകയാണെങ്കിൽ പരിഭ്രാന്തരാകരുത്. അവർ സൈബർ കുറ്റവാളികളായിരിക്കാം. മുന്നറിയിപ്പുകൾക്കിടയിലും ഡിജിറ്റൽ അറസ്റ്റിലൂടെ പണം നഷ്ടമാകുന്നത് തുടരുന്നു. സാമ്പത്തിക തട്ടിപ്പ് കേസിലെ അന്വേഷണമെന്ന് ഭീഷണിപ്പെടുത്തി തിരുവനന്തപുരം സ്വദേശിയിൽ നിന്ന് 2 കോടി തട്ടി. കരുതൽ വേണമെന്ന് ആവർത്തിച്ച് സൈബർ പോലീസ്. പടക്കം ഒരു 100 മീറ്റർ അപ്പുറത്താണ്. അത് പോയി നോക്കി അറിയാം. അത് സാധാ മാലപ്പടക്കമാണ്. ഫിറ്റ്നസ് ഉള്ള ആനയാണ് നമ്മൾ വാങ്ങിയത്. ഉത്സവം നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. എല്ലാവിധ മുൻകരുതലും നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ അന്ന് ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല. കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് 3 പേർ മരിച്ചതിൽ വിശദീകരണവുമായി ഭാരവാഹികൾ. പടക്കം പൊട്ടിയ ശബ്ദം കേട്ടല്ല ആനകൾ ഓടിയതെന്ന് വിശദീകരണം. വാദം തള്ളി വനം വകുപ്പ്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് ഒടുവിൽ കേന്ദ്ര സഹായം. പലിശയില്ലാ വായ്പയായി 530 കോടി അനുവദിച്ചു. 50 വർഷം കൊണ്ട് തിരിച്ചടയ്ക്കണം. സഹായം പുനർനിർമ്മാണത്തിന് നൽകിയ 16 പ്രോജക്റ്റുകൾക്ക്. പാലാ നഗരസഭയിൽ സ്വന്തം ചെയർമാനെ പുറത്താക്കി കേരള കോൺഗ്രസ് എം. UDF സ്വതന്ത്രന്റെ അവിശ്വാസ പ്രമേയത്തെ 14 ഭരണപക്ഷാംഗങ്ങൾ പിന്താങ്ങി. ഷാജു വി തുരുത്തനെ പുറത്താക്കിയത് ചെയർമാൻ സ്ഥാനം വിട്ടുകൊടുക്കാമെന്ന കരാർ ലംഘിച്ചതിനാൽ. കോട്ടയം നഴ്സിംഗ് കോളേജ് റാഗിങ്ങിലെ പ്രതികൾക്കെതിരായ നടപടി കൂടുതൽ ശക്തമായിരിക്കുമെന്ന് ആരോഗ്യമന്ത്രി. സസ്പെൻഷന് പുറമെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി. കോളേജിലേക്ക് വിദ്യാർത്ഥി സംഘടനകളുടെ മാർച്ച്. തിരുവനന്തപുരം കുറ്റിച്ചലിൽ +1 വിദ്യാർത്ഥി സ്കൂളിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ. വിദ്യാർത്ഥിക്ക് സ്കൂളിലെ ക്ലർക്കിൽ നിന്ന് മോശം അനുഭവമുണ്ടായെന്ന് സഹപാഠികൾ. വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം തുടങ്ങി. സിനിമാ തർക്കത്തിൽ ആന്റണി പെരുമ്പാവൂരിനെതിരെ നിർമ്മാതാക്കളുടെ സംഘടന. ജി സുരേഷ് കുമാറിനെ ഒറ്റപ്പെടുത്താൻ അനുവദിക്കില്ലെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. സിനിമാ സമരത്തിന്റെ ആവശ്യമില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. വ്യാപാര ബന്ധം ശക്തമാക്കിയും സൗഹൃദം പുതുക്കിയും മോദി ട്രംപ് കൂടിക്കാഴ്ച. അതേസമയം നികുതി തീരുമാനങ്ങളിൽ ഇളവില്ലെന്ന നിലപാടിൽ ട്രംപ് ഉറച്ചു നിൽക്കുകയാണ്. അനധികൃത കുടിയേറ്റവും ഭീകരവാദവും ചർച്ചയായി. ഇലോൺ മസ്കിനെയും പ്രധാനമന്ത്രി കണ്ടു. വൈറ്റ് ഹൌസിൽ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിയ മോദി ട്രംപ് കൂടിക്കാഴ്ചയിൽ സുപ്രധാനമായ പല വിഷയങ്ങൾ കടന്നുവന്നു. യുഎസിന് ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്ക് ട്രംപ് ഭരണകൂടം പരസ്പര നികുതി ചുമത്തുമെന്ന പ്രഖ്യാപനം, അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാടുകടത്തൽ എന്നിവയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയായിരുന്നു കൂടിക്കാഴ്ച. താനും മോദിയും ഉറ്റ സുഹൃത്തുക്കളാണെന്നും കഴിഞ്ഞ 4 വർഷവും സൗഹൃദം നിലനിർത്തിയെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. 2030 ആകുമ്പോഴേക്കും ഇന്ത്യ US വ്യാപാരം ഇരട്ടിപ്പിച്ച് $500 ബില്യൺ എത്തിക്കാൻ നടപടികൾ ആരംഭിക്കുമെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി. യുഎസും ഇന്ത്യയും സംയുക്തമായി ഭീകരവാദത്തെ നേരിടും. ബോസ്റ്റണിൽ ഇന്ത്യ പുതിയ കോൺസുലേറ്റ് തുടങ്ങും, മോദി പറഞ്ഞു. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയെ ഇന്ത്യക്ക് കൈമാറുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. അതേസമയം നികുതി തീരുമാനങ്ങളിലെ ഇളവിന് ട്രംപ് തയ്യാറായില്ല. തീരുവ ചുമത്തുന്ന എല്ലാ രാജ്യങ്ങളോടും അമേരിക്കയ്ക്ക് ഒരേ സമീപനമാകും. നികുതി തീരുമാനത്തിൽ സഖ്യരാജ്യങ്ങൾ ശത്രുരാജ്യങ്ങളെക്കാൾ മോശമാണെന്നും ട്രംപ് പറഞ്ഞു. അനധികൃത കുടിയേറ്റം ഒഴിപ്പിക്കാൻ അമേരിക്കയെ സഹായിക്കുമെന്ന് മോദി വ്യക്തമാക്കി. കൈമാറ്റ തീരുമാനത്തിന് നന്ദിയെന്ന് മോദി പറഞ്ഞു. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ഈ വർഷം നടക്കുന്ന ക്വാഡ് ഉച്ചകോടിക്കായി ട്രംപിനെ മോദി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. വാഷിംഗ്ടണിലെ ബ്ലെയർ ഹൌസിൽ വെച്ച് ഇലോൺ മസ്കുമായും മോദി കണ്ടു. US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കൽ വോൾട്ട്, ഇന്റലിജൻസ് മേധാവി തൽസി ഗബാർഡ്, വ്യവസായി വിവേക് രാമസ്വാമി എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് ഡെസ്ക്, News 18. ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി ചർച്ചയ്ക്കിടെ പുതിയ സൂത്രവാക്യം അവതരിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാഗയും മികയും ചേർന്ന് മെഗ എന്നാണ് മോദിയുടെ പുതിയ തിയറി. ട്രംപിന്റെ മാഗ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുക എന്നതും മിഗ മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ, ഇന്ത്യയെ വീണ്ടും മഹത്തരമാക്കുക എന്നിവ ചേർത്താണ് മോദിയുടെ സൂത്രവാക്യം. രണ്ടും ചേരുമ്പോൾ അത് സമൃദ്ധിക്കായുള്ള മെഗാ പങ്കാളിത്തമായി മാറ്റുകയാണ് ലക്ഷ്യം, മോദി പറഞ്ഞു.
വാർത്താ സമ്മേളനത്തിനിടെ അദാനിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് രൂക്ഷമായ മറുപടി നൽകുകയായിരുന്നു പ്രധാനമന്ത്രി. സ്വകാര്യ വ്യക്തിയുടെ കാര്യം ചർച്ച ചെയ്യാനല്ല രണ്ട് നേതാക്കൾ കൂടിക്കണ്ടത്. എല്ലാ ഇന്ത്യക്കാരും തനിക്ക് ഒരുപോലെയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം മോദിക്കെതിരെ രാഹുൽ ഗാന്ധി രംഗത്തെത്തി. രാജ്യത്തിന്റെ സ്വത്ത് കവർന്നത് എങ്ങനെ സ്വകാര്യ കാര്യമാകുമെന്നാണ് രാഹുലിന്റെ ചോദ്യം. Can I ask whether you discussed at all today the case of Gautam Adani, who's one of the wealthiest men in Asia and perceived as an ally of Prime Minister Modi? Prime Minister Modi, have you asked the President to take action on that case? Thank you. पहली बात है, भारत एक लोकतांत्रिक देश है और हमारे संस्कार, हमारी संस्कृति वसुधैव कुटुंबकम की है. हम पूरे विश्व को अपना एक परिवार मानते हैं. हर भारतीय को मैं अपना मानता हूं. दूसरी बात है, ऐसे व्यक्तिगत मामलों के लिए दो देश के मुखिया न मिलते हैं, न बैठते हैं, न बात करते हैं. കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ വനം വകുപ്പിനോട് ഹൈക്കോടതി വിശദീകരണം തേടി. ഗുരുവായൂർ ദേവസ്വം ഉദ്യോഗസ്ഥർ തിങ്കളാഴ്ച നേരിട്ട് ഹാജരാകണം. സ്വമേധയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഇടപെടൽ. കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ്. ആജ്ഞ, എന്തെല്ലാം പരാമർശങ്ങളാണ് ഈ വിഷയത്തിൽ ഹൈക്കോടതി നടത്തിയിട്ടുള്ളത്? മഞ്ജുഷ്, ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ആർക്കെതിരെയാണ് നടപടിയെടുക്കേണ്ടതെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ ആരാഞ്ഞത്. കഴിഞ്ഞ ദിവസം ആന പടക്കം പൊട്ടിയതുമായി ബന്ധപ്പെട്ടാണ് ആന ഇടയുന്ന സാഹചര്യം ഉണ്ടായത്. അതേസമയം ക്ഷേത്രത്തിന്റെ കെട്ടിടം തകർന്നു വീണാണ് കൂടുതൽ ആൾക്കാർക്കും പരുക്കേറ്റതെന്നും അതേസമയം ആന ചവിട്ടിയാണ് മരണമുണ്ടായതെന്നും രണ്ട് നിരീക്ഷണമുണ്ട്. അങ്ങനെയും മരണം സംഭവിച്ചിരിക്കാമെന്ന് നിരീക്ഷണമുണ്ട്. എന്നിരുന്നാൽ പോലും ആന എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ മാസങ്ങളായി കർശന നിയന്ത്രണം ഹൈക്കോടതി മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. ആനയുമായി ബന്ധപ്പെട്ട് ആന നിൽക്കുന്ന ഇടങ്ങളിൽ നിന്നും 10 മീറ്റർ അകലത്തിലെങ്കിലും വേണം ആളുകളെ നിർത്താൻ എന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് നേരത്തെ തന്നെ ജസ്റ്റിസ് പി ഗോപിനാഥിന്റെയും അതുപോലെ ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാരുടെയും ബെഞ്ചായിരുന്നു ആ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നത്. അതിനെതിരെ പുരപ്രേമി സംഘം സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തു. പക്ഷേ ആ ഒരു ഉത്തരവ് സ്റ്റേ ചെയ്തത് തൽക്കാലത്തേക്കാണ്. അത് ഉത്സവങ്ങൾ തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുമുണ്ട്. മാത്രമല്ല, ഇതിൽ കൂടുതൽ നിർദ്ദേശങ്ങൾ വേണമെങ്കിൽ ഹൈക്കോടതിയെ തന്നെ സമീപിക്കണമെന്നും പറഞ്ഞിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ദേവസ്വം ബെഞ്ചാണ് ഈ കാര്യത്തിൽ ഈ ഹർജി പരിഗണിച്ചിരിക്കുന്നത്. സ്വമേധയാ ഹൈക്കോടതി എടുത്ത ഹർജി തന്നെയാണ് പരിഗണിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, ഏത് സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആർക്കെതിരെയാണ് നടപടിയെടുക്കേണ്ടത്. അത് മാത്രമല്ല, ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇവർ പാലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് കൃത്യമായ നിർദ്ദേശം. ഗുരുവായൂർ ദേവസ്വം ഉദ്യോഗസ്ഥർ നേരിട്ട് കോടതിയിൽ ഹാജരായി വിശദീകരണം നൽകണമെന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഈ വിഷയത്തിൽ പ്രാഥമിക റിപ്പോർട്ട് ഉടൻ തന്നെ വനംവകുപ്പ് നൽകും. ആനകൾ ഇടയാൻ കാരണം പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടതാണെന്നാണ് ആദ്യ നിഗമനം. നിയമലംഘനമുണ്ടെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നാണ് വനംവകുപ്പ് അറിയിക്കുന്നത്. കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെയാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ പീതാംബരൻ, ഗോകുൽ എന്നീ ആനകൾ ഇടഞ്ഞത്. കനത്ത ശബ്ദത്തോടെയുള്ള കരിമരുന്ന് പ്രയോഗമാണ് ആന ഇടയാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. അപകടത്തിന് തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങൾ ഇക്കാര്യം ശരിവെക്കുന്നു. സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്ററുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തി. പരിക്കേറ്റവരുമായും ഉദ്യോഗസ്ഥർ സംസാരിച്ചു. നിയമലംഘനമുണ്ടെങ്കിൽ കർശന നടപടിയുണ്ടാകുമെന്ന് സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്റർ അറിയിച്ചു. ADM-ഉം കൂടി ഒന്നിച്ചിരുന്ന് മന്ത്രിക്ക് ഒരു പ്രിലിമിനറി റിപ്പോർട്ട് നമ്മൾ സമർപ്പിക്കും. അതിന് പുറമെ ഫൈനൽ റിപ്പോർട്ട് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും സമർപ്പിക്കും. നമ്മളിത് നോക്കിയിട്ടുണ്ട്, ഒരു പ്രിലിമിനറി ആയിട്ടുള്ള ഒരു സർവേ നടത്തിയിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ കർശനമായിട്ടുള്ള നടപടിക്ക് തന്നെ റെക്കമെൻഡ് ചെയ്ത് നമ്മൾ മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നതായിരിക്കും. നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചോ എന്ന് പരിശോധിക്കുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. കർശനമായി തന്നെ പരിശോധിക്കും. നിയമലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരുപാട് കാര്യങ്ങൾ വേണം. ഒന്ന്, ഉത്സവം നടത്താൻ ആനകളെ എഴുന്നള്ളിക്കാനൊക്കെ ഡിസ്ട്രിക്ട് മോണിറ്ററിംഗ് കമ്മിറ്റിക്കാണ് നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. കോടതി ഞങ്ങൾ ആ നിർദ്ദേശമാണ് സബ്മിറ്റ് ചെയ്തത്. കാരണം ഇനി എല്ലാം സ്റ്റേറ്റ് ലെവലിൽ വന്ന് ആലോചിക്കുന്ന പകരം ഓരോ ജില്ലയിലെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും വ്യത്യസ്തതയുണ്ടല്ലോ. ആ വ്യത്യസ്തതയൊക്കെ അവിടെ പരിശോധിച്ച്
പൊതുവെ സമൂഹത്തിന് അപകടമില്ലാത്ത വിധത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കണമെന്ന പ്രപ്പോസൽ ഞങ്ങൾ ഈ കാര്യത്തിൽ കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട്. ആ രൂപത്തിലുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപകടത്തിൽ മരിച്ച 3 പേരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി. പരിക്കേറ്റ 12 പേർ ചികിത്സയിലാണ്. കൊയിലാണ്ടി നഗരസഭയിലെ 9 ഡിവിഷനുകളിൽ ഹർത്താൽ ആചരിക്കുകയാണ്. ന്യൂസ് 18 കോഴിക്കോട്. ആനകളിടയാൻ കാരണം കരിമരുന്ന് പ്രയോഗമെന്ന നിലപാടിൽ തന്നെയാണ് വനം വകുപ്പ്. എന്നാൽ ക്ഷേത്രം ഭാരവാഹികൾ ഈ വാദം തള്ളിക്കളയുകയാണ്. പ്രഹരശേഷി കുറഞ്ഞ പടക്കങ്ങളാണ് പൊട്ടിച്ചതെന്നും ആനയുടെ ആരോഗ്യ പ്രശ്നങ്ങളാണോ ഇടയാൻ കാരണമെന്ന് അന്വേഷിക്കണമെന്നും ക്ഷേത്രം ഭാരവാഹികൾ ആവശ്യപ്പെടുന്നു. അപകട സമയത്തും തൊട്ടു മുമ്പുമുള്ള ദൃശ്യങ്ങളിൽ ക്ഷേത്രത്തിന് സമീപം തുടർച്ചയായി കരിമരുന്ന് പ്രയോഗം നടക്കുന്നത് വ്യക്തമാണ്. 2 ആനകൾ മുന്നോട്ട് നീങ്ങുന്നതിനിടെ ഒരാന മറ്റൊന്നിനെ കുത്തുകയായിരുന്നു. ശബ്ദം കേട്ട് കുട്ടികൾ ഉൾപ്പെടെ കരയുന്നു. പിന്നാലെ ജനങ്ങൾ ചിതറിയോടുന്നതും കാണാം. ആനകൾ രണ്ടും പ്രദക്ഷിണത്തിനായി തിരിയുമ്പോൾ മാലപ്പടക്കത്തിനൊപ്പം അസാധാരണ ശബ്ദത്തിൽ അമിട്ട് പൊട്ടിയതായി നാട്ടുകാരിൽ ചിലർ പറയുന്നു. തിടമ്പെഴുന്നള്ളിച്ച് ഇങ്ങനെ വന്ന് ഈ സൈഡിൽ നിന്ന് വളയുന്ന സമയത്താണ് പുറത്തുനിന്ന് വെടിക്കെട്ടുണ്ടായത്. വെടിക്കെട്ടുണ്ടായതും മുന്നിലുള്ള ആന ബേക്കോട്ട് തിരിഞ്ഞതും മറ്റേ ആനേന്റെ മുകളിൽ കുത്തി. അപ്പൊ ആ 2 ആനയും കൂടി ഇവിടുന്ന് തിരിച്ചു പോകാൻ പറ്റാണ്ട് ഇവിടുന്ന് തിരിഞ്ഞപ്പം നേരെ ആൾക്കാരുടെ അടുത്തേക്ക് പോയി ആ ചുമരെല്ലാം തട്ടി ചുമരിടിഞ്ഞു വീണു. അങ്ങനെയൊക്കെയാണ് ആൾക്കാർക്ക് മരണം സംഭവിച്ചത്. എന്നാൽ ക്ഷേത്ര ഭാരവാഹികൾ ഇക്കാര്യം തള്ളുകയാണ്. പ്രദക്ഷിണം ആരംഭിക്കുന്ന സമയം മുതൽ കരിമരുന്ന് പ്രയോഗത്തിന്റെ അകമ്പടിയുണ്ട്. 100 മീറ്റർ അകലെ പൊട്ടിക്കുന്ന പടക്കത്തിന്റെ ആഘാതത്തിൽ പൊടുന്നനെ ആന ഇടയേണ്ട സാഹചര്യമില്ലെന്നാണ് ക്ഷേത്ര ഭാരവാഹികളുടെ വാദം. പടക്കം ഒരു 100 മീറ്റർ അപ്പുറത്താണ്. നിങ്ങൾക്ക് പോയി നോക്കി അറിയാം. അത് സാധാ മാലപ്പടക്കമാണ്. അത് 100 മീറ്റർ അപ്പുറത്താണ് പൊട്ടുന്നത്. ഈ സമയത്ത് 2 ആനേനെ മാത്രമാണ് നമ്മൾ തടമ്പ് കയറ്റിയിട്ടുള്ളത്. ഫിറ്റ്നസ് ഉള്ള ആനയാണ് നമ്മൾ വാങ്ങിയത്. ഉത്സവം നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. എല്ലാവിധ മുൻകരുതലും നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ അന്ന് ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല. പീതാംബരം എന്നാണ് ഒരു ഗൂഗലിനെ കുത്തുകയാണ് ചെയ്തത്. അത് എന്താണ് ആനയ്ക്കുണ്ടാകുന്ന ആ സമയത്ത് ഉണ്ടാകുന്ന വയലൻസ് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. സാധാരണഗതിയിൽ ഉത്സവത്തിന് 6 ആനകൾ വരെ എഴുന്നള്ളത്തിനുണ്ടാവാറുണ്ടെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നു. എന്നാൽ മാറിയ സാഹചര്യത്തിൽ 2ആയി ചുരുക്കുകയായിരുന്നു. മതിയായ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനകളെയാണ് എത്തിച്ചതെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ന്യൂസ് 18 കോഴിക്കോട്. മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ പ്രശ്നമുണ്ടാക്കുകയാണ് വീണ്ടും പടയപ്പ. കഴിഞ്ഞ രാത്രിയിൽ KSRTC ബസിന് നേരെയായിരുന്നു പടയപ്പയുടെ പരാക്രമം. മദപ്പാടിലുള്ള ആനയെ നിരീക്ഷിക്കാൻ വനംവകുപ്പ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. എന്നാലും ആക്രമണം തുടരുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ മറയൂർ 8-ാം മൈലിന് സമീപം നിലയുറപ്പിച്ച പടയപ്പ നിരവധി വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്തു. കൊടുംവളവിൽ മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെയാണ് KSRTC ബസിന്റെ പിന്നിലേക്ക് ആന ഓടിയെത്തിയത്. ബസിന് കേടുപാടുകൾ വരുത്താനും ശ്രമം. മറ്റു വാഹനങ്ങളും ആന വെറുതെ വിട്ടില്ല. പിക്കപ്പ് വാഹനം തടഞ്ഞു നിർത്തി തണ്ണിമത്തനെടുത്തു. കഴിഞ്ഞ ദിവസം ഇരുചക്ര വാഹനത്തിന് നേരെ ആന പാഞ്ഞെടുത്തിരുന്നു. ഇറങ്ങിയോടി രക്ഷപ്പെടാൻ ശ്രമിച്ച യുവതിയെ പടയപ്പ ആക്രമിച്ചു. തൃശൂർ സ്വദേശിയായ യുവതിക്ക് ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റു. ഇതേ ദിവസം തന്നെ ഒരു ലോറിയും തടഞ്ഞു. ദിവസങ്ങൾക്ക് മുൻപ് സിനിമാ പ്രവർത്തകർ സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ആക്രമിച്ചിരുന്നു. 2 ആഴ്ച മുൻപ് മറയൂർ സ്വദേശികളുടെ കാറിന് നേരെ ആന ഓടിയെത്തിയതോടെ വാഹനം വെട്ടിച്ചു മാറ്റാനുള്ള ശ്രമത്തിനിടയിൽ കാർ പോസ്റ്റിലിടിച്ച് അപകടമുണ്ടായി. നിലവിൽ പടയപ്പ മദപ്പാടിലാണെന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. ആനയെ നിരീക്ഷിക്കുന്നതിനും വിവരങ്ങൾ ജനങ്ങൾക്ക് കൈമാറുന്നതിനുമായി 5 അംഗ സംഘത്തെ നിയോഗിച്ചതായും വനംവകുപ്പ് പറയുന്നു. നിരീക്ഷണം ശക്തമാക്കുക, ഈ ആനയുടെ കൃത്യമായ ലൊക്കേഷൻ ജനങ്ങളെ അറിയിക്കുക. ഒരു ഹൈവേയിലോട്ട് ആന വരികയാണെങ്കിൽ അതിനെ ഓടിച്ചു വിടാനുള്ള സംവിധാനം ചെയ്യുക. അതാണ് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ 5 പേരുണ്ടാവും. പിന്നെ അടിയന്തര ഘട്ടങ്ങളിൽ ഇവിടുന്ന് കൂടുതൽ ആളുകൾ വാഹനത്തിലൂടെ എത്തിച്ചേരും. ഇത് ഡ്രൈവ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അപകടപരമായ ഇത് ലെയിൻസിനൊക്കെ അടുത്തേക്ക് നീങ്ങുകയാണെങ്കിൽ മാത്രം കൂടുതൽ ആളുകൾ അവിടോട്ട് ചെല്ലും. ഇവിടെ ഇപ്പോൾ മസ്തിലാണെന്നാണ് വെറ്റിനറി ഡോക്ടർ അഭിപ്രായപ്പെട്ടത്. അത് തന്നെ ആയിരിക്കാം ഇതിന് കാരണം. രാത്രികാലങ്ങളിൽ നിരീക്ഷണം കാര്യക്ഷമമല്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പകൽ സമയത്ത് ഉൾവനത്തിലേക്ക് പിൻവലിയാതെ പടയപ്പ തോട്ടം മേഖലയിൽ നിലയുറപ്പിക്കുകയാണ്. മൂന്നാർ ഉദുമൽപേട്ട പാതയിൽ പടയപ്പ സ്ഥിരം സാന്നിധ്യമായതോടെ രാത്രിയാത്ര ദുഷ്കരമായിരിക്കുകയാണ്. ന്യൂസ് 18 ഇടുക്കി.
ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരായ പോലീസിന്റെ മുന്നറിയിപ്പ് വെറുതെയായി. ഡിജിറ്റൽ അറസ്റ്റിലൂടെ തിരുവനന്തപുരം ജവഹർ നഗർ സ്വദേശിക്ക് നഷ്ടമായത് 2 കോടി രൂപയാണ്. 10 അംഗ സംഘമാണ് തട്ടിപ്പ് നടത്തിയത്. കഴിഞ്ഞ ജനുവരി 14 മുതൽ തുടങ്ങിയ തട്ടിപ്പിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസമാണ് പണം നഷ്ടപ്പെട്ടയാൾ സൈബർ ക്രൈം പോലീസിന് പരാതി നൽകിയത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. CBI കസ്റ്റംസിൽ നിന്നോ ജഡ്ജിയിൽ നിന്നോ ആണെന്ന് അവകാശപ്പെടുന്ന അജ്ഞാത നമ്പറുകളിൽ നിന്ന് നിങ്ങൾക്ക് വീഡിയോ കോളുകൾ ലഭിക്കുകയാണെങ്കിൽ പരിഭ്രാന്തരാകരുത്. അവർ സൈബർ കുറ്റവാളികളായിരിക്കാം. ദേശീയ സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 ഉടൻ തന്നെ അവരെ കുറിച്ച് അറിയിക്കുക. ഡിജിറ്റൽ തട്ടിപ്പ് തടയാൻ പോലീസ് നൽകുന്ന ഈ മുന്നറിയിപ്പും വെറുതെയായി. പേര് വെളിപ്പെടുത്താൻ വിസമ്മതിച്ച തിരുവനന്തപുരം ജവഹർ നഗർ സ്വദേശിയായ 52-കാരൻ കഴിഞ്ഞ ജനുവരി 14 രാവിലെയാണ് കെണിയിൽപ്പെട്ടത്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയിൽ നിന്നെന്ന പേരിൽ ഫോണിൽ വിളിച്ച 1-ാം പ്രതി സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും തുടർ നടപടികൾക്കായി കോൾ CBI ഇൻസ്പെക്ടർക്ക് ഫോർവേഡ് ചെയ്യുകയാണെന്നും നിർദ്ദേശം നൽകി. പിന്നാലെ CBI ഉദ്യോഗസ്ഥരെന്ന് പരിചയപ്പെടുത്തി 3-ാം പ്രതി വാട്സാപ്പ് വീഡിയോ കോൾ ചെയ്തു. ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നും വിവിധ ബാങ്കുകളിലെ അക്കൗണ്ട് വിവരങ്ങൾ കൈമാറാനും ആവശ്യപ്പെട്ടു. പിന്നാലെ തട്ടിപ്പ് കേസിൽ നിന്ന് രക്ഷപ്പെടാനെന്ന പേരിൽ പ്രതികൾ നൽകിയ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കഴിഞ്ഞ ജനുവരി 14-നും 22-നും ഇടയിൽ 1,84,15,993 രൂപ പ്രതികൾ കൈപ്പറ്റുകയായിരുന്നു. കബളിപ്പിക്കപ്പെട്ട വിവരം ഏറെ വൈകി തിരിച്ചറിഞ്ഞ 52-കാരൻ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസിന് പരാതി നൽകിയത്. BNS 318, 319, IT നിയമത്തിലെ 66D തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് തട്ടിപ്പ് സംഘത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പണം കൈമാറിയിരിക്കുന്ന പ്രതികളുടെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും തട്ടിപ്പിനായി ഫോണിലും വാട്സാപ്പിലും ബന്ധപ്പെട്ട വിവിധ മൊബൈൽ ഫോൺ നമ്പറുകളും കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണെന്ന് സൈബർ ക്രൈം പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും ഡിജിറ്റൽ തട്ടിപ്പിന് ഇരയാകുന്നവരുടെ എണ്ണം പെരുകുന്ന ഞെട്ടലിലാണ് സൈബർ പോലീസ്. മുന്നറിയിപ്പിനപ്പുറം ഇനി എന്ത് എന്ന ചോദ്യത്തിനും ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായ ഉത്തരവില്ല. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് 529.50 കോടി രൂപയുടെ സഹായം കേന്ദ്രം അനുവദിച്ചു. പലിശയില്ലാ വായ്പയായാണ് ഇത്രയും രൂപ അനുവദിച്ചത്. പുനർനിർമ്മാണത്തിനായി നൽകിയ 16 പദ്ധതികൾക്കായിട്ടാണ് ഈ സഹായം. കൂടുതൽ വിവരങ്ങളുമായി VV അരുൺ ചേരുകയാണ്. അരുൺ, കേരളം ആവശ്യപ്പെട്ടതിന്റെ അത്രയും ഇല്ലെങ്കിലും ഒരു താൽക്കാലിക ആശ്വാസമാകുന്നതാണോ ഇപ്പോൾ കേന്ദ്രം അനുവദിച്ചിരിക്കുന്ന ഈ സഹായം? തീർച്ചയായിട്ടും താൽക്കാലിക ആശ്വാസം തന്നെയാണ്. വയനാട് പുനരധിവാസത്തിന് 529.50 കോടി രൂപയാണ് കേന്ദ്ര സഹായമായി ലഭിക്കുന്നത്. പുനർനിർമ്മാണത്തിനായി സർക്കാർ സമർപ്പിച്ച 16 പ്രോജക്റ്റുകൾക്കായാണ് സഹായം ലഭിക്കുക. ഇത് വായ്പയായി കേരളത്തിന് എടുക്കാൻ കഴിയും. 529.50 കോടി രൂപയാണ് ഇത്തരത്തിൽ വായ്പയായി കേന്ദ്രം സംസ്ഥാനത്തിന് അനുവദിച്ചത്. മൂലധന നിക്ഷേപത്തിന് വായ്പയ്ക്ക് പലിശയില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്തിനൊരു അനുഗ്രഹമായി മാറുന്നത്. ഇത് 50 കൊല്ലം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. സംസ്ഥാനങ്ങൾക്കുള്ള മൂലധന നിക്ഷേപ സഹായത്തിൽ ഉൾപ്പെടുത്തിയാണ് ഈ വായ്പ കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത്. സംസ്ഥാനം സമർപ്പിച്ച 537.56 കോടി രൂപയുടെ പദ്ധതി പരിഗണിച്ചാണ് ഈ വായ്പ അനുവദിച്ചത്. ടൗൺഷിപ്പിലെ പൊതു കെട്ടിടങ്ങൾ, റോഡുകൾ, ദുരന്ത മേഖലയിലെ പുഴയുടെ ഒഴുക്ക് ക്രമീകരിക്കൽ, സ്കൂൾ നവീകരണം തുടങ്ങിയ പദ്ധതികൾക്കാണ് സഹായം. സർക്കാർ വെല്ലുവിളിയുള്ളത് ക്യാപെക്സ് പദ്ധതിപ്പെടുത്തി തന്നെ അനുവദിച്ചതുകൊണ്ട് ഈ സാമ്പത്തിക വർഷത്തെ പദ്ധതിയിലാണ് അത് ഉൾപ്പെടുത്തുന്നത്. അതിന് അതിവേഗത്തിൽ പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ടി വരും. ഈ സാമ്പത്തിക വർഷം തന്നെ ഈ പദ്ധതി പ്രവർത്തനം ആരംഭിക്കേണ്ടി വരും. സർക്കാരും 1 വർഷം കൊണ്ട് ഈ വയനാട് പുനരധിവാസം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. അങ്ങനെയെങ്കിൽ സർക്കാരിന് ഇത് ഒരു ആശ്വാസമാണ്. അതുപോലെ തന്നെ ഇത് കൃത്യസമയത്ത് പദ്ധതി ആരംഭിച്ച് പൂർത്തിയാക്കുക എന്നുള്ളത് വെല്ലുവിളിയുമാണ്. ശരി, 529.50 കോടിയുടെ സഹായമാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് വയനാട് പുനരധിവാസത്തിന് കിട്ടാൻ പോകുന്നത്. സർക്കാരിന്റെ പുതിയ മദ്യനയം ഉടൻ വരും. നടപ്പ് വർഷം ഒഴിവാക്കി അടുത്ത സാമ്പത്തിക വർഷത്തേക്കാണ് മദ്യനയം പ്രഖ്യാപിക്കുക. ഡ്രൈ ഡേ ഒഴിവാക്കുന്നത് പോലെ പരമാവധി ഇളവുകൾ വേണമെന്ന അഭിപ്രായമാണ് എക്സൈസ് വകുപ്പിനുള്ളത്. രാഷ്ട്രീയ അനുമതി കിട്ടിയാൽ ഉടൻ തന്നെ പ്രഖ്യാപനവും ഉണ്ടാകും. ബ്രുവറി വിവാദം ചൂടുപിടിക്കുന്നതിനിടെയാണ് പുതിയ മദ്യനയം പ്രഖ്യാപിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്. എല്ലാ സാമ്പത്തിക വർഷത്തിന്റെ ആരംഭത്തിലും ആ വർഷത്തേക്കുള്ള നയം പ്രഖ്യാപിക്കുന്നതാണ് പതിവ്. എന്നാൽ ഈ മാർച്ച് 31 അവസാനിക്കുന്ന വർഷത്തേക്കുള്ള നയം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഈ വർഷം ഒഴിവാക്കി അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള എക്സൈസ് നയം പ്രഖ്യാപിക്കാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. മദ്യനയത്തിന്റെ കരട് തയ്യാറാണ്. മദ്യനയം ഇനി ഒട്ടും കാലതാമസം ഉണ്ടാവില്ല. മിക്കവാറും ഈ മാസം വരും. അല്ല, ഇനിയിപ്പോ 1 വർഷത്തിന്റെ കാര്യമില്ലല്ലോ. 1 വർഷം കഴിയാറായില്ലേ. എക്സൈസ് വകുപ്പിൽ എല്ലാം റെഡിയാണ്. ഇനി വേണ്ടത് രാഷ്ട്രീയ അനുമതി. CPM-ന്റെയും ഇടതുമുന്നണിയുടെയും അനുമതി ലഭിച്ചാൽ വൈകാതെ മദ്യനയം പ്രഖ്യാപിക്കും.
19 ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ നയം അവതരിപ്പിച്ചേക്കും. പരമാവധി ഇളവുകൾ നൽകി പുതിയ കാലത്തിനനുസരിച്ചുള്ള പരിഷ്കാരങ്ങൾ നയത്തിൽ ഉൾപ്പെടുത്തണമെന്ന അഭിപ്രായമാണ് എക്സൈസ് വകുപ്പിന്. അതിനനുസരിച്ചുള്ള നയമാണ് തയ്യാറാക്കിയതെന്നാണ് സൂചന. 1-ാം തീയതിയിലെ ഡ്രൈ ഡേ അശാസ്ത്രീയമെന്ന വിലയിരുത്തൽ നേരത്തെ വകുപ്പിനുണ്ട്. അതൊഴിവാക്കിയാലുണ്ടാകുന്ന സാമൂഹിക രാഷ്ട്രീയ വിമർശനങ്ങളാണ് വകുപ്പിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. IT പാർക്കുകളിൽ മദ്യശാലകൾ അനുവദിക്കാൻ നേരത്തെ തന്നെ മദ്യനയം അനുമതി നൽകിയിട്ടുണ്ട്. അതിനുള്ള ചട്ടങ്ങളും തയ്യാറാണ്. പാർക്കുകളിലെ മദ്യശാല നടത്തിപ്പ് ആർക്കു നൽകണമെന്ന കാര്യത്തിലായിരുന്നു തർക്കം. ബാർ നടത്തി പരിചയമുള്ള ബാർ ഉടമകൾക്ക് തന്നെ ഇവിടെയും ലൈസൻസ് നൽകണമെന്ന നിർദ്ദേശമാണ് സർക്കാർ മുന്നോട്ട് വച്ചത്. എന്നാൽ നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയിൽ പ്രതിപക്ഷാംഗങ്ങൾ ഇതിനെ എതിർത്തു. എതിർപ്പ് അവഗണിച്ച് ആ രീതിയിൽ തന്നെ അനുമതി നൽകാനാണ് തീരുമാനമെന്ന സൂചനയുണ്ട്. അങ്ങനെയെങ്കിൽ അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെക്കും. വ്യവസായ പാർക്കുകളിലെ മദ്യവിതരണത്തിനുള്ള ചട്ടങ്ങളും വൈകാതെ തീരുമാനിക്കും. ടൂറിസം മേഖലകളിൽ ബിയറും വൈനും വിളമ്പാൻ കഴിഞ്ഞ മദ്യനയം പ്രത്യേക ലൈസൻസ് നൽകിയിരുന്നു. പുതിയ മദ്യനയത്തിൽ ടൂറിസം മേഖലകളിൽ കൂടുതൽ ഇളവുകൾക്ക് ശുപാർശയുണ്ടാകും. ബാർ ലൈസൻസ് ഫീസിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. CPM സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതി ലഭിച്ച ശേഷം അടുത്തയാഴ്ച ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ നയം അവതരിപ്പിക്കും. അവിടെ നടക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലാകും അന്തിമ തീരുമാനം. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. പാലക്കാട് എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനുമെതിരെ CPM കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാതെ തള്ളി. കോറം തികയാൻ 11 അംഗങ്ങൾ ആവശ്യമാണെന്നിരിക്കെ CPMലെ 8 പേർ മാത്രമായിരുന്നു വന്നത്. കോൺഗ്രസിലെയും BJPയിലെയും അംഗങ്ങൾ വിട്ടുനിന്നു. ഇതോടെയാണ് പ്രമേയം ചർച്ച ചെയ്യാതെ തന്നെ തള്ളിയത്. അവിശ്വാസ പ്രമേയം ഞങ്ങൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് ചർച്ച ചെയ്യാൻ കഴിഞ്ഞില്ല. ആ അവിശ്വാസത്തെ BJPയും കോൺഗ്രസും ഒറ്റക്കെട്ടായി വിട്ടുനിന്നു. അത് ഈ പഞ്ചായത്ത് ഭരണസമിതിയിൽ വന്നതും തുടക്കം കുറിച്ചു. അത് ഇലക്ഷന് മുന്നോടിയായി, തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു 2 കൂട്ടരും ഒരുമിച്ച് നിന്നുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി, ഒരു ധാരണയുടെ ഭാഗമായി ചില വാർഡുകൾ BJP പിടിച്ചെടുക്കുകയും ചില വാർഡുകൾ കോൺഗ്രസിന് കൊടുക്കുകയും ചെയ്ത് അങ്ങനെ ഒരു ധാരണയുടെ ഭാഗമായിട്ടാണ് ഒരു പഞ്ചായത്ത് ഭരണസമിതിയിൽ വന്നത്. BJPയും കോൺഗ്രസും ഒരുമിച്ച് നിന്നാണ് എലപ്പുള്ളി പഞ്ചായത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും എന്ന് ജനങ്ങൾക്ക് മുൻപിൽ തുറന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ അവിശ്വാസ പ്രമേയം കൊടുത്തത്. ഇതാണ് CPMന്റെ പ്രതികരണം. 22 അംഗ പഞ്ചായത്ത് ഭരണസമിതിയിൽ കോൺഗ്രസിന് 9, CPMന് 8, BJPക്ക് 5 അംഗങ്ങളാണുള്ളത്. അവിശ്വാസം തള്ളിയതോടെ CPM പ്രവർത്തകർ പ്രതിഷേധിച്ചു. NCP സംസ്ഥാന അധ്യക്ഷനാകാൻ തയ്യാറെടുത്ത് തോമസ് കെ തോമസ് MLA. ഇന്ന് മുംബൈയിലെത്തുന്ന തോമസ് കെ തോമസ് ശരത് പവാറുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയിട്ടുണ്ട്. തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്ന അഭിപ്രായം AK ശശീന്ദ്രൻ ശരത് പവാറിനെ അറിയിച്ചിരുന്നു. ചർച്ചയ്ക്കായി വിളിച്ചാൽ മുംബൈയിലേക്ക് പോകുമെന്നും സംഘടനാ കാര്യങ്ങൾ നേതൃത്വം തീരുമാനിക്കുമെന്നും AK ശശീന്ദ്രൻ പറഞ്ഞു. സംഘടനാപരമായ നടപടികളല്ലേ അതിന്റെ വഴിക്കാണ്. അതൊക്കെ നോക്കാനിവിടെ സംഘടനാ മെഷീനറി ഉണ്ടല്ലോ. അത് ഞാൻ നോക്കണല്ലോ. മന്ത്രി ഇതിനാണ് അതിൻ്റെ അകത്തൊക്കെ ഇടപെടാൻ തോന്നുന്നു. മുംബൈയിലേക്ക് പോകുമല്ലോ അല്ലേ? അല്ല, അതറിയില്ല. മുംബൈയിലേക്ക് മുംബൈയിൽ വിളിച്ച് മീറ്റിംഗ് വിളിച്ചാൽ പോകാണ്ടിരിക്കാൻ പറ്റും. ഇവിടുന്ന് വേണ്ടതുപോലെയുള്ള ഒരു സഹകരണം എല്ലാ ഭാഗത്തുനിന്നും കിട്ടുന്നില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായപ്പോൾ വേദനയോടുകൂടി അദ്ദേഹം ഈ സ്ഥാനം രാജിവെച്ച് പോയി. ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നത് ഇവിടത്തേത് നോക്കുക, അവിടെയും നോക്കുക എന്നുള്ളതാണ്. അതിന് അദ്ദേഹം വഴങ്ങിയിരുന്നു ആദ്യം. പിന്നീട് അദ്ദേഹം തോന്നി ഇവിടുത്തെ മുഴുവൻ ആളുകളുടെയും സഹകരണം ലഭിക്കുന്നില്ല എന്ന് വന്നപ്പോൾ അദ്ദേഹം അങ്ങോട്ട് ഇത് ഒഴിയുക എന്ന തീരുമാനമെടുത്തു. തിരുവനന്തപുരം കാട്ടാക്കട കുറ്റിച്ചലിൽ +1 വിദ്യാർത്ഥിയെ സ്കൂളിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കുറ്റിച്ചൽ എരുമക്കുഴി സ്വദേശി ബെൻസൺ എബ്രഹാം 1-ാം നിലയിലേക്കുള്ള പടിക്കെട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം സ്കൂളിലെ ക്ലർക്കിൽ നിന്ന് കുട്ടിക്ക് മോശം അനുഭവം നേരിടേണ്ടി വന്നതായി സഹപാഠികൾ പറയുന്നുണ്ട്. സംഭവത്തിൽ അന്വേഷണം നടത്താൻ VHSE ഡെപ്യൂട്ടി ഡയറക്ടറോട് മന്ത്രി V ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. പ്രോജക്ടിന്റെ ഭാഗമായുള്ള റെക്കോർഡ് ബുക്കിൽ പതിക്കുന്നതിനായി ഓഫീസിൽ കുട്ടി എടുത്തിരുന്നു. ടീച്ചറുടെ നിർദ്ദേശപ്രകാരമാണ് സീലെടുത്തതെന്നാണ് വിവരം. എന്നാൽ ഓഫീസിലെ ക്ലർക്ക് സനൽ കുട്ടിയോട് ഇതിന്റെ പേരിൽ മോശമായി പെരുമാറി. ക്ലർക്ക് മറ്റു കുട്ടികളോടും സ്ഥിരമായി മോശമായി പെരുമാറാറുണ്ട്. ടീച്ചർമാരോട് പരാതിപ്പെട്ടെങ്കിലും ക്ലർക്കിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ഉണ്ടായിട്ടുള്ളതെന്നും സഹപാഠികൾ പറയുന്നു. ക്ലർക്ക് നേരത്തെ അവനെ തന്തയ്ക്ക് വിളിച്ചാണ് സംസാരിച്ചത്. പക്ഷേ നമ്മളെ തന്തയ്ക്ക് വിളിച്ചാൽ നമ്മളാരും അവനെ തന്തയ്ക്ക് വിളിക്കാറില്ല. അവനക്ക് അത് ഇഷ്ടമില്ല. പെട്ടെന്ന് വയലന്റ് ആവും. അതുകൊണ്ട് അവനെ വിളിക്കാറില്ല. അവിടെ വന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇതേപോലെ തന്തയ്ക്ക് വിളിച്ചതാന്ന് പറഞ്ഞായിരുന്നു. ഓന്ന് പറഞ്ഞു ഞാൻ നോക്കാം, നീ അവിടെ നില്ല്, പോണ്ട, അങ്ങനെ എന്തിനാണ് ചെയ്യണം നമുക്ക് നോക്കാന്ന് പറഞ്ഞു. ഓന്ന് പറഞ്ഞു. പ്രധാനാധ്യാപികയോട് പരാതി പറഞ്ഞതിനെ തുടർന്ന് ക്ലർക്കിനോട് വിശദീകരണം ചോദിച്ചെങ്കിലും മറുപടി നൽകിയില്ല. ഒരു ക്ലർക്കിന്റെ നിരുത്തരവാദപരമായ പെരുമാറ്റം കൊണ്ട്, ഹറാസ്മെന്റ് കൊണ്ട് എൻ്റെ കുഞ്ഞിനെ മരണത്തിലേക്ക് തള്ളിവിട്ടതാണ്. ഇന്നലെ
ഇവർക്ക് പ്രോജക്റ്റ് റെക്കോർഡ് സബ്മിറ്റ് ചെയ്യേണ്ട ദിവസമായിരുന്നു എന്ന് പറയുന്നത്. സ്കൂളിൻ്റെ സീല് വേണം അത്ര, സീൽ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഇവരെ ഓഫീസിലേക്ക് അയക്കുന്നു. ഇവർ വന്നിട്ട് ആ ക്ലർക്കിനോട് സാർ ഇതൊന്ന് സീൽ ചെയ്ത് തരണമെന്ന് പറഞ്ഞപ്പോൾ അയാള് ഈ പിള്ളേരെ കളിയാക്കുന്ന രീതിയിൽ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു സമീപനം. രക്ഷിതാക്കളെ സ്കൂളിൽ കൊണ്ടുവരാനുള്ള നിർദ്ദേശം കുട്ടിക്ക് നൽകുകയാണ് ചെയ്തത്. കുറ്റപ്പെടുത്തിയുള്ള തരത്തിലെ പെരുമാറ്റം കുട്ടിയെ മാനസികമായി തളർത്തുകയും ചെയ്തു. കുടുംബത്തിന്റെ ആരോപണം സ്കൂളിനെ കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ട് പരിശോധിക്കാൻ വേണ്ടി പോലീസിന് കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ സ്കൂളിലേക്ക് മാർച്ച് നടത്തി. സംഭവത്തിൽ അന്വേഷണത്തിന് മന്ത്രി വി ശിവൻകുട്ടി ഉത്തരവിട്ടു. ഇന്ന് അവധി വേണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ രാത്രി തന്നെ പ്രധാനാധ്യാപികയ്ക്ക് ക്ലർക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഇയാൾ നിലവിൽ ഒളിവിലാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് വെങ്ങാനൂരിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകൻ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. അധ്യാപകൻ സെബിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് കേസെടുത്തത്. അധ്യാപകനെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയതായി സ്കൂൾ അധികൃതരും പറഞ്ഞു. കിട്ടിയമ്മ വയ്യാതെയാണ് വരുന്നതെന്ന്. അതിനു മുൻപേ സ്കൂളിൽ നിന്ന് ഒരു 12:30 ആയപ്പോൾ എന്നെ വിളിച്ചിരുന്നു. ഇതുപോലെ ഇങ്ങനെ സാറിനെ കൊണ്ട് വേണ്ടാത്തത് പറഞ്ഞ് സാറിന് ഭയങ്കര മനസ്സിന് വിഷമം വന്നു. അതുകൊണ്ട് സാറിൻ്റെ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സിസ്റ്റർ ഫോണിൽ സാർ എന്നെ വിളിച്ചു. സാറ് സംസാരിച്ചിട്ട് പറയുന്നു, ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും കൊച്ചിന് പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ വീട്ടിലുള്ളവരെന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ, എന്നെക്കുറിച്ച് വേണ്ടാത്തതാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു എന്ത് പറഞ്ഞാലും സാർ നാളെ ഞാൻ വന്ന് സാറിനോട് എന്തെങ്കിലും റീസൺ ചോദിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അത് കേൾക്കാതെ സാർ എൻ്റെ മോനെക്കുറിച്ച് കംപ്ലയിൻറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ നാളെ ചെല്ലാമെന്ന് പറഞ്ഞ് വെച്ചു. പക്ഷെ വൈകിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഏതൊരു അമ്മയപ്പോൾ ഞാൻ ചോദിച്ചു മോനോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു, അമ്മ എൻ്റെ കുറുക്ക് എന്നെ അങ്ങനെ പിടിക്കില്ലേ, എൻ്റെ കുറുക്ക് മൊത്തം വേദനിക്കുന്നു. ഞാൻ ഇങ്ങനെ അകത്ത് കൊണ്ടുപോയി മോനെ ഇങ്ങനെ ഡ്രസ്സ് മാറ്റിയിട്ട് നോക്കിയപ്പോൾ മോൻ്റെ ബാക്കിലും ബട്ടക്സ് ഭാഗത്തും എല്ലാം ഇങ്ങനെ അടിച്ച് പൊട്ടിച്ച പാടുണ്ട്. പാലക്കാട് ഒറ്റപ്പാലത്ത് +2 വിദ്യാർത്ഥിക്ക് സഹപാഠിയുടെ കുത്തേറ്റു. വരോട് സ്വദേശി അഫ്സറിനാണ് വാരിയലിന് പരിക്കേറ്റത്. സഹപാഠിയായ 17-കാരനാണ് അഫ്സറിനെ കുത്തി പരിക്കേൽപ്പിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഇരുവരെയും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. രണ്ടുപേരും ഒറ്റപ്പാലം NSS KPT VH സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. പാലക്കാട് നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലക്കേസിലെ പ്രതിയായ ചെന്താമരയ്ക്കെതിരായ മൊഴി മാറ്റി കേസിലെ നിർണായക സാക്ഷികൾ. പ്രതിയെ പേടിച്ചാണ് സാക്ഷികൾ മൊഴി മാറ്റിയതെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. കൊലപാതകത്തിന് ശേഷം ആയുധവുമായി ചെന്താമര നിൽക്കുന്നത് കണ്ടെന്ന് മൊഴി നൽകിയ വീട്ടമ്മ മൊഴി മാറ്റി. സുധാകരനെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞ സാക്ഷിയും ചെന്താമരയ്ക്കെതിരെ മൊഴി നൽകിയ മറ്റ് 2 പേരുമാണ് ഇപ്പോൾ കൂറുമാറിയിരിക്കുന്നത്. ചെന്താമരയ്ക്കെതിരായ മൊഴിയിൽ അയൽവാസി പുഷ്പ ഉറച്ചു നിൽക്കുന്നുണ്ട്. ജനുവരി 27-നായിരുന്നു മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ ചെന്താമര ഇരട്ട കൊലപാതകം നടത്തിയത്. 18 ദിവസമായി സംഭവം നടന്നിട്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം പ്രോപ്പറായി നടന്നുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ ഈ 1-2 ആൾക്കാർ ഒരു അരമണിക്കൂർ കോടതിയിൽ വന്ന് നിൽക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രതിഭാവം വക്കീൽ ചോദിക്കുമ്പോൾ നമ്മൾ മോഹാലിച്ചപ്പെട്ട് വീഴുമെന്ന് നമുക്ക് തോന്നലുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ നടപടികളുണ്ടാവും. പിന്നെ കേസിലേക്കായിട്ട് നമുക്ക് സയന്റിഫിക് എവിഡൻസ് ഇഷ്ടം പോലെയുണ്ട്. കുറ്റകൃത്യം പ്രൂവ് ചെയ്യാനായിട്ട് സയന്റിഫിക് എവിഡൻസ് മറ്റേ സാഹചര്യ തെളിവുകളും സാക്ഷികളൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് ഈ പറഞ്ഞ പോലെയൊന്നും അല്ല ഇപ്പോൾ പലരും പറയുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിർമ്മാതാവ് G. സുരേഷ് കുമാറിനെ വിമർശിച്ച ആന്റണി പെരുമ്പാവൂരിന് മറുപടി നൽകിയിരിക്കുകയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ഭരണസമിതി എടുത്ത തീരുമാനപ്രകാരമാണ് സംഘടനാ കാര്യങ്ങൾ സുരേഷ് കുമാർ പരസ്യമായി പറഞ്ഞതെന്നാണ് വിശദീകരണം. ആന്റണി പെരുമ്പാവൂരിനെ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടും പങ്കെടുക്കാതെ പരസ്യ നിലപാട് സ്വീകരിച്ചത് അനുചിതമാണെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം.